മൺസൂണിന്റെ വേഗത കുറഞ്ഞുവെങ്കിലും ആളുകൾ ജാഗ്രത കുറവ് കാണിക്കരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ ഗ്രീൻ അലേർട്ട് നിലവിലുണ്ട്. അതിനർത്ഥം നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിൽ ഇടവിട്ടുള്ള മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ട്. ഗ്രീൻ അലേർട്ട് സമയത്ത് 24 മണിക്കൂറിൽ 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം. അതിനാൽ കനത്ത മഴയുടെ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും പ്രാദേശിക തലത്തിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറിയേക്കാം. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരം കൃത്യവും വിശ്വസനീയവും വേഗതയേറിയതുമായ വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. കാരണം കാലാവസ്ഥയുടെ അടുത്ത വലിയ അപ്ഡേറ്റ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാകാം. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ ഏകദേശം 30 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രത്യേകം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ തുടരാം. നിങ്ങൾ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ യാത്ര ചെയ്യുന്നവരോ ആണെങ്കിൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് കുടയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളും കൂടെ കരുതുക. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇനിയും ബാക്കിയുണ്ട്. മഴ കുറഞ്ഞുവെങ്കിലും ഒരു പുതിയ ഭീഷണി വേഗത്തിൽ വർദ്ധിച്ചുവരികയാണ്. ഈ ഭീഷണി പലപ്പോഴും കനത്ത മഴയേക്കാൾ മാരകമാണെന്ന് തെളിഞ്ഞേക്കാം. അതിനാൽ ഈ വിവരം അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. മൺസൂൺ കാറ്റിന്റെ വേഗത കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് ഇടിമിന്നൽ സംഭവങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം കേരളത്തിലുടനീളം 159 തവണ ഇടിമിന്നൽ സംഭവങ്ങൾ രേഖപ്പെടുത്തി. ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്കുകളിൽ കണ്ണൂരാണ് ഒന്നാമത്. അവിടെ 40 തവണ ഇടിമിന്നലുണ്ടായി. മൺസൂൺ കാറ്റ് ദുർബലമാകുമ്പോൾ മഴമേഘങ്ങൾ ഒരേ സ്ഥലത്ത് കൂടുതൽ സമയം തങ്ങി നിൽക്കുകയും കൂറ്റൻ ക്യുമുലോനിംബസ് മേഘങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. ഈ മേഘങ്ങളാണ് ശക്തമായ ഇടിമുഴക്കം, മിന്നൽ, പെട്ടെന്നുള്ള കനത്ത മഴ, ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് പ്രധാന കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രത്യേക ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചത്. ആകാശത്ത് കറുത്ത മേഘങ്ങൾ കാണുകയോ മിന്നലുണ്ടാവുകയോ ചെയ്താൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങൾ, മലയോര മേഖലകൾ, പാടങ്ങൾ, നദീതീരങ്ങൾ, ഉയർന്ന മരങ്ങൾ എന്നിവയ്ക്ക് താഴെ നിൽക്കുന്നത് അതീവ അപകടകരമാണ്. ഇടിമിന്നൽ സമയത്ത് വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക. വയറുള്ള ടെലിഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിനുള്ളിൽ തന്നെ ഇരിക്കുക. ലോഹഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ശക്തമായ കാറ്റിനെക്കുറിച്ചും കാലാവസ്ഥാ വകുപ്പ് ഗൗരവഭരിതമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ശക്തമായ കാറ്റ് പലപ്പോഴും മരങ്ങൾ കടപുഴകിയും വൈദ്യുത തൂണുകൾക്കും കമ്പികൾക്കും നാശനഷ്ടങ്ങളും വരുത്താനും താൽക്കാലിക നിർമ്മാണങ്ങൾ തകർക്കാനും കാരണമാകാറുണ്ട്. അതിനാൽ ബലമില്ലാത്ത മരങ്ങൾ, പഴയ വൈദ്യുത തൂണുകൾ, ജീർണിച്ച കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സമീപം അനാവശ്യമായി നിൽക്കരുത്. ശക്തമായ കാറ്റ് തുടങ്ങിയാൽ സുരക്ഷിതമായ സ്ഥലത്ത് എത്തുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. കാലാവസ്ഥയിലെ ഓരോ വലിയ മാറ്റവും, ഓരോ പുതിയ മുന്നറിയിപ്പും, ഓരോ പ്രധാന അപ്ഡേറ്റും നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ തീർച്ചയായും അമർത്തുക. കാരണം കാലാവസ്ഥയുടെ അടുത്ത വലിയ അപ്ഡേറ്റ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാകാം. അന്തരീക്ഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലവിലെ പ്രവചനം ഏതു സമയത്തും മാറാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അറബിക്കടലിലോ സമീപ പ്രദേശങ്ങളിലോ പുതിയ കാലാവസ്ഥാ സംവിധാനം രൂപം കൊണ്ടാൽ ഗ്രീൻ അലേർട്ട് യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലേർട്ടായി മാറാൻ അധിക സമയമെടുക്കില്ല. അതിനാൽ ഔദ്യോഗിക കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നിരന്തരം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർക്കുക, കാലാവസ്ഥ ഒരിക്കലും ഒരേപോലെ ഇരിക്കില്ല. ഇപ്പോൾ ആശ്വാസം കാണുന്നുവെങ്കിലും പ്രകൃതിയുടെ അടുത്ത നീക്കം എപ്പോൾ മാറുമെന്ന് പ്രവചിക്കുന്നത് എപ്പോഴും എളുപ്പമല്ല. അതിനാൽ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ഈ പ്രധാന കാലാവസ്ഥാ വിവരം നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ചുറ്റുമുള്ളവരിലേക്കും തീർച്ചയായും എത്തിക്കുക. നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വിവരം ഒരാളുടെ സുരക്ഷയ്ക്ക് കാരണമായേക്കാം. ഞങ്ങൾ ഓരോ പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നറിയിപ്പുകളോ പുതിയ മാറ്റങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ അതിൻ്റെ ഏറ്റവും വേഗത്തേറിയതും കൃത്യവും വിശദമായ വിവരങ്ങൾ നിങ്ങൾക്കായി ആദ്യം എത്തിക്കും.
നിലവിൽ കേരളത്തിലുടനീളം ഗ്രീൻ അലേർട്ട് നിലവിലുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും സുരക്ഷിതമായ അവസ്ഥയാണെന്ന് കരുതുന്നത് ശരിയല്ല എന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു. സംസ്ഥാനത്ത് വ്യാപകമായ കനത്ത മഴയ്ക്ക് സാധ്യതയില്ല എന്നു മാത്രമാണ് ഗ്രീൻ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നേരിയതോ മിതമായതോ ആയ മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവ വിവിധയിടങ്ങളിൽ തുടരാം. അതിനാൽ ആകാശം പെട്ടെന്ന് മാറുന്നത് കണ്ടാൽ അത് സാധാരണ മൺസൂൺ കാലാവസ്ഥയാണെന്ന് കരുതി അവഗണിക്കരുത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മൺസൂൺ കാറ്റിന്റെ വേഗത കുറയുന്നത് മേഘങ്ങൾ ഒരേ സ്ഥലത്ത് കൂടുതൽ സമയം തങ്ങി നിൽക്കാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ കനത്ത മഴയും മിന്നലും ശക്തമായ കാറ്റും തുടങ്ങുന്നത്. ഇത്തരമൊരു കാലാവസ്ഥയിൽ മലയോര മേഖലകളിലും നദീതീരങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തുടനീളം യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലേർട്ട് ഇല്ലെങ്കിലും പ്രാദേശിക തലത്തിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നത് പൂർണ്ണമായും സാധ്യമാണ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്കൊപ്പം ഏകദേശം 30 കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബാക്കി ജില്ലകളിലും ഇടവിട്ട് നേരിയതോ മിതമായതോ ആയ മഴ തുടരാം. നിങ്ങൾ റോഡ് യാത്രയ്ക്കിറങ്ങുകയാണെങ്കിൽ വഴുക്കില്ല റോഡുകളിൽ ജാഗ്രത പാലിക്കുക. അനാവശ്യമായി അമിത വേഗത്തിൽ വാഹനമോടിക്കരുത്. എന്നാൽ മഴയേക്കാൾ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരപകടമുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നൽ സംഭവങ്ങളിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിങ്ങൾ ഈ മുന്നറിയിപ്പിനെ നിസ്സാരമായി എടുത്താൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വലിയ അപകടം സംഭവിക്കാം. അതിനാൽ ഈ വിവരം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തീർച്ചയായും എത്തിക്കുക. ഉച്ചയ്ക്കും വൈകുന്നേരവും മേഘങ്ങൾ കനത്തതായി കാണുമ്പോൾ തുറസായ മൈതാനങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ, വലിയ മരങ്ങൾ എന്നിവയ്ക്ക് താഴെ പോകുന്നത് ഒഴിവാക്കുക. മിന്നലിന്റെ ആദ്യ സൂചന ലഭിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഉറപ്പുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് പോകുക. വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ജനലുകളും വാതിലുകളും അടച്ചിടുക. ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങൾ പുറത്താണെങ്കിൽ സമീപത്ത് സുരക്ഷിതമായ കെട്ടിടമില്ലെങ്കിൽ തുറസായ സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം താഴേക്ക് കുനിഞ്ഞ് കാലുകൾ ചേർത്തുവയ്ക്കുക. ഇതിലൂടെ മിന്നലേൽക്കാനുള്ള സാധ്യത ഒരളവ് വരെ കുറയ്ക്കാം. ശക്തമായ കാറ്റിനെക്കുറിച്ചും കാലാവസ്ഥാ വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് ദുർബലമായ മരങ്ങൾ വീഴ്ത്താം, മരക്കൊമ്പുകൾ ഒടിയാം, വൈദ്യുത വിതരണത്തെയും ബാധിക്കാം. നിങ്ങളുടെ വീടിനു ചുറ്റും പഴയ മരങ്ങളോ ദുർബലമായ നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് അകലം പാലിക്കുക. വാഹനം പാർക്ക് ചെയ്യുമ്പോഴും വലിയ മരങ്ങൾക്ക് താഴെ വാഹനം നിർത്തുന്നത് ഒഴിവാക്കുക. മത്സ്യജീവികളോടും മത്സ്യബന്ധത്തിലുള്ളവരോടും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടൽ ശാന്തമായി കണ്ടാലും കാലാവസ്ഥ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാറാം. അതിനാൽ കടലിൽ പോകുന്നതിനു മുമ്പ് പ്രാദേശിക തുറമുഖത്തെയും ഔദ്യോഗിക കാലാവസ്ഥാ ബുള്ളറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും നേടുക. ശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളുമുള്ള സാഹചര്യത്തിൽ കടലിൽ പോകുന്നത് അപകടകരമായേക്കാം. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരം കൃത്യവും വിശ്വസനീയവും വേഗതയേറിയതുമായ വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. കാരണം കാലാവസ്ഥയുടെ അടുത്ത വലിയ അപ്ഡേറ്റ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാകാം.